ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായി. പക്ഷേ ഇതിന് മുമ്പ് ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ഇന്ന് ഫുൾ കുക്കിംഗ് എൻ്റെ വകയായിരുന്നു. ഒരു കപ്പ പുഴുക്കും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി. അപ്പം അതൊക്കെ അടിപൊളിയാണെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യം ബീഫ് കറി ഒന്ന് ചെറുതായിട്ടൊന്ന് പാളിയെങ്കിലും പിന്നെ അതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പം എല്ലാവരും അതൊക്കെ കഴിച്ചു. പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ കഴിക്കുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുണ്ടാവും. നമ്മുടെ അച്ചുക്കുട്ടൻ എവിടെയുണ്ട്? അച്ചുക്കുട്ടൻ ഭയങ്കര കുരുത്തക്കേടാണ് ഗൈസ് ഇപ്പോൾ കുറേ നാളുകളായിട്ടല്ലേ. ചക്കി മോളെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കുകയില്ല. ചക്കി മോളെ ഉരുട്ടി പിടിക്കുക, ചക്കി മോളുടെ കൂടെ കളിക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആളുടെ പണി. ഈ വീഡിയോ ഞാൻ ബീഫ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ്. ബീഫും കപ്പയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എനിക്ക് എന്തായാലും എന്താ പറയുക, ചോറുണ്ണാൻ വേണ്ടിയിട്ടൊരു മൂഡില്ല. ബീഫും കപ്പയും കഴിക്കാമെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം ചക്കി എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോൾ ചക്കി ഭയങ്കര കളിയും പിന്നെ ഇച്ചിരി ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അച്ചുക്കുട്ടനെ നോക്കിയിട്ടാണ് ഈ ഒച്ച വയ്ക്കലും ബഹളം വയ്ക്കലും ഒക്കെ. അങ്ങനെ ഏകദേശം ബീഫൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. പക്ഷെ അതിനു മുമ്പ് അച്ചുക്കുട്ടനെ കുറച്ച് നേരം കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനും അച്ചുക്കുട്ടനും കൂടെ കുറേ നേരം കളിച്ചു. ഇവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ ജീവിതം മുഴുവൻ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലാണ് നമ്മൾ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി ഗൈസ്. നേരത്തെ അത്ര ഇമ്പോർട്ടൻസ് ഞാൻ ഇതിനൊന്നും കൊടുക്കില്ലായിരുന്നു. എന്താ തിന്നാ അച്ചുക്കുട്ടൻ? കപ്പയും തൈരും. അച്ചുക്കുട്ടൻ്റെ ഫേവറേറ്റ് ആണല്ലേ കപ്പയും തൈരും. കപ്പയും മീൻകറിയും. മീൻകറി അല്ല, ഇറച്ചിക്കറിയാണെങ്കിൽ നല്ല തന്നെ. നമ്മളൊക്കെ വീട്ടിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മിക്കപ്പോഴും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാവാം. ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ മീൻകറിയോ ഉണ്ടാവും. നല്ല കട്ടൻ ചായ. അച്ചമ്മ കഴിക്കുന്നത് ചോറ്, കപ്പ, കൊഞ്ചം പൊരിച്ചത്. ഇത് തീർത്തയുടെ അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടത്. പിന്നെ ചെറുപയർ കറി. അമ്മയ്ക്ക് ബീഫ് അമ്മ കഴിക്കലില്ല. അമ്മയ്ക്ക് ബീഫ് ഇഷ്ടമല്ല. അതിന് മുമ്പ് ഞാൻ ബീഫ് ചെറുതായിട്ട് പാളിയെന്ന് പറഞ്ഞാന്ന് വെച്ചാൽ ബീഫ് വെന്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അപ്പം വെന്തു. കുക്കറിലിട്ട് ഒന്നും കൂടെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബീഫ് നന്നായിട്ട് പറയൂ. എന്തു കറിയാ കഴിക്കുന്നേ? ബീഫ് കറി കഴിക്കുന്നില്ലല്ലോ അച്ചുക്കുട്ടൻ. അച്ചുക്കുട്ടൻ തൈരും കപ്പയും മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. കപ്പയാണോ സൂപ്പർ അതോ തൈരാണോ സൂപ്പർ? ഓ താങ്ക് യു. ഇതാരുണ്ടാക്കിയേ? എല്ലാ ദിവസവും അച്ഛമ്മ ഉണ്ടാക്കുന്നത്. ഇന്ന് അമ്മ ഉണ്ടാക്കി. ഇത് അമ്മയുടെ നാട്ടിലെ സാധനമാണ്. ഇതുണ്ട് അമ്മ കഴിക്കുന്നുണ്ട. അമ്മയുടെ നാട്ടിലൊക്കെ കപ്പ കറി പോലെയാ കഴിക്കുക അല്ല അമ്മ? സൈഡ് ഡിഷ് പോലെയല്ല കഴിക്കുക. നമ്മളാണെങ്കിൽ കപ്പ പുഴുക്കായിട്ടാ കഴിക്കുക. പുഴുക്കുണ്ടല്ലോ അമ്മ? വൈകിട്ട് ചായക്ക് അല്ലെങ്കിൽ രാവിലെ അതിനെന്താ പറയുന്നത്? വിരകിയത്. നല്ലതാണല്ലേ? നല്ലതാണ്. സൂപ്പർ. ഗുഡാ. നല്ല കുട്ടിയായിട്ട് അച്ചുകൂട്ടം തന്നെ കഴിക്കുന്നല്ലേ? യമ്മി യമ്മി. ജോലിക്ക് പോണ്ടമ്മ? നമുക്ക് വായു ഭക്ഷിക്കാം ഇനി മുതൽ. ഈ കപ്പയൊക്കെ മേടിക്കുമ്പോഴേ നമുക്ക് പൈസ ഉണ്ടേ. അമ്മ കപ്പ ബിരിയാണി ഉണ്ടാക്കി ഇവിടെ.
അമ്മ ഒരു ഹോട്ടൽ തുടങ്ങാം അല്ലേ? കപ്പ മാത്രം. നീ കപ്പയില്ല? ആ മേടിക്കാം കപ്പ. ടേസ്റ്റേ ഇല്ല കപ്പ. ഉണ്ട് 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 ഉണ്ട്. അച്ചു അച്ഛമ്മ നമ്മെ തെറ്റി. ആ അച്ചു വിന്നറായി. അച്ഛമ്മയോ? തെറ്റോ? അച്ഛമ്മ തോറ്റ്. അങ്ങനെ തെറ്റല്ല, തോറ്റ്. തൊത്ത് അല്ല മുന്നേ, തോറ്റ്. അയ്യോ യു ആർ റോങ്. നീ തോറ്റ്, നീ ജയിച്ചു. അല്ല അല്ല ജയിച്ചു. അല്ല കപ്പ ടേസ്റ്റ് ഇല്ല. ഉപ്പും മുളകോ? സൂപ്പർ ഉണ്ട്. ആകെ പ്രോത്സാഹിപ്പിക്കാനുള്ളത് അച്ചുകുട്ടറ. അച്ഛമ്മ വെക്കുന്ന ടേസ്റ്റ് ഇല്ല. അച്ഛമ്മ വയ്ക്കുന്ന ബിരിയാണിയോ? ടേസ്റ്റ് ഉണ്ട്. ആ അമ്മ അത് ഇന്ന് പറഞ്ഞമ്മ, അല്ലെങ്കിൽ നാളെ പോലെ അമ്മ കഴിച്ചു കൊടുക്കൂല. വക്കാലി കുഞ്ഞമ്മയാ നമ്മുടെ മോള്, വക്കാലി കുഞ്ഞമ്മയാ. ദേ വരുന്നു ഏട്ടൻ പുറകേ വരുന്നുണ്ട്. ചക്കി മോളെ കാണുമ്പോ ഏട്ടൻ വരും അല്ലേ? അങ്ങനെ ഭക്ഷണത്തിന് ശേഷം കുറച്ചു നേരം കുട്ടികളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്കിക്കുട്ടിയെ എടുത്തിട്ട് ഇവിടെ വന്നു. അവളുടെ ടോയ്സൊക്കെ കാണിച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ചേട്ടനും അനിയത്തിയും കൂടിയാണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത്. അതിനുശേഷം ഞങ്ങളൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നു. ചെറിയൊരു ഉറക്കമാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി, അച്ചുകുട്ടനും ഉറങ്ങിപ്പോയി. ചക്കയാണെങ്കിൽ ഉറങ്ങാൻ നല്ല മടിയാണ്. രാത്രിയിൽ മാത്രമേ ഉള്ളൂ അവൾ നന്നായിട്ട് ഉറങ്ങാറുള്ളൂ. അതിനുശേഷം ഞാൻ പിന്നെ തിരിച്ചു നോക്കുന്ന സമയത്ത് പ്രണവിനെയാണ് കാണുന്നത്. പ്രണവ് ചക്കയുടെ കൂടത്തെ കളിക്കുന്നത്. ഈ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മോക്ക് വേറെ ഒന്നും വേണ്ട, അച്ഛൻ്റെ കൂടത്തെ കളി തന്നെ. അങ്ങനെ കുറേ നേരം അവർ രണ്ടുപേരും കൂടിയുള്ള കളിയും കണ്ടുകൊണ്ടിരുന്നു. അവരുടെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞാൻ കിടക്കുമായിരുന്നു കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം ഏകദേശം നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് പോയത്. ഇത് കഴിഞ്ഞിട്ടും കുറേയധികം വിശേഷങ്ങളുണ്ട്, പക്ഷെ ഒത്തിരി വലിയ വ്ളോഗ് എല്ലാവർക്കും ബോറടിക്കില്ലേ? അപ്പം ഞങ്ങളുടെ ചായ കുടിയും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.